ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ ചളവറ എത്തിയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇവിടെ വീട് എത്തിയതിന് ശേഷം എടുത്ത വീഡിയോസാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അപ്പം തന്നെ അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ എടുത്തിട്ട് 2 ദിവസം കഴിഞ്ഞിട്ടാണ് അപ്ലോഡ് ചെയ്യണതൊക്കെ. അപ്പോൾ അത് വന്നു കുടുംബത്തിന് ഒരു 8:30 ആയിട്ട് എത്തിയപ്പോൾ ഞങ്ങൾ നേരത്തെ പോകുന്നതായിരുന്നു വർക്കുണ്ട്. അപ്പോൾ ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കുട്ടികളെ നോക്കാം. പിന്നെ ഞങ്ങൾ വരുമ്പോൾ ദോശയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഇരുന്ന് കഴിച്ചു കേട്ടോ. അവർ കഴിക്കാതെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. പാത്രത്തിൽ വേണം പറഞ്ഞിട്ട് കൊടുത്തു, പക്ഷെ കഴിക്കൽ മാത്രമില്ല കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ കഴിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ പാത്രം കഴുകണ ഭാഗമൊക്കെ ആകെ കൊളാക്കിയിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഇവിടെ കുഴൽക്കിണർ അടിച്ചത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഈ സംഭവമൊക്കെ അന്ന് വെച്ചിട്ടാന്നൊക്കെ പൊട്ടിച്ചിട്ടിട്ട് പൊട്ടിയിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിട്ടാണ് കിടക്കണം കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ എടുത്തിട്ടൊന്ന് വൃത്തിയാക്കി വെച്ചതാണ് കേട്ടോ. അടിച്ച് വാരി അതിന് മേലത്തെ പൊടിയൊക്കെ കളഞ്ഞ് അടിച്ച് വാരിയിട്ടൊക്കെ. പിന്നെ അത് രാവിലെ ഒന്ന് മഴ ചാറി തോന്നുന്നുണ്ട്. അപ്പോൾ ഇവിടെ പൊടിയൊക്കെ ഒന്ന് ഒതുങ്ങി നല്ല സെറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വെക്കലൊക്കെ കഴിഞ്ഞു. എന്നിട്ട് നമുക്ക് പാത്രം കഴുകാനൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ റെഡിയാക്കിയതിന് ശേഷമാണ് കേട്ടോ പാത്രം കഴുകലൊക്കെ. അപ്പത്തിന് കണ്ടത് മുറ്റമൊക്കെ പിന്നെ നല്ല തലേ ദിവസം തന്നെ വന്നിവിടെ ഒരുവിധം വൃത്തിയാക്കുക കാരണം കൊണ്ട് തന്നെ അത്രയ്ക്ക് അങ്ങോട്ട് വൃത്തികേടായിട്ട് കിടക്കണില്ല കേട്ടോ. അപ്പോൾ വലിയ കാര്യമായിട്ടുള്ള ചപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അത് കാരണം കുറച്ച് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അത് കാരണം ഈസി ആയിട്ട് തന്നെ വേഗം അടിച്ചു വരാനൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലോ എവിടെ വന്ന് വൃത്തിയാക്കിയതും തുടക്കലും അടിക്കലും മുറ്റടിക്കലൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഞാൻ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അത് കാരണം കൊണ്ടാണ് കേട്ടോ ഇത്ര ഒരു അത്ര വലിയ പ്രശ്നമില്ലാത്ത പോലെ ആയത്. ഇനിയിപ്പോൾ അകത്ത് വലിയ പ്രശ്നമൊന്നുമില്ല, അകത്ത് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി അവിടെ തുടക്കുകയൊക്കെ വേണം. നല്ലോണം പൊടിയൊക്കെ ഒന്ന് നേരം പോലെ പോവുള്ളൂ. പക്ഷെ ഇപ്പോൾ പൊടി പാറണമൊന്നുമില്ല കേട്ടോ, കാരണം വെള്ളമൊക്കെ ഒഴിച്ചൊന്ന് സെറ്റാക്കാൻ അത് അങ്ങനെ പതിഞ്ഞു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ബാക്ക് വശം ഞാൻ അടിച്ചു വാരിയിട്ടുണ്ടായിരുന്നില്ല. അതിനൊന്നും എനിക്ക് സമയം കിട്ടിയില്ല കേട്ടോ അന്ന്. പിന്നെ തുമ്പിക്കുട്ടി നേരത്തെ തന്നെ കരയെ കാരണം കൊണ്ട് തന്നെ ഞാൻ വേഗം വീട്ടിലേക്ക് പോവുക കേട്ടോ ചെയ്തത്. പിന്നെ കിച്ചൺ തുമ്പിപ്പോൾ ഞാൻ വോയിസ് പറയുമ്പോൾ സംസാരിക്കുന്നുണ്ട് കേട്ടോ, അത് ശ്രദ്ധിക്കേണ്ട കേട്ടോ ആരും. പിന്നെ വണ്ടികൾ പോകുന്ന സൗണ്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്കപ്പോൾ അടിച്ചു വരാൻ ബാക്ക് വശം ഒന്നും അടിച്ചു വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഞാനതൊക്കെ ഒന്ന് അടിച്ചു വാരി കേട്ടോ. പണികളെല്ലാം ഏകദേശമൊക്കെ ഒരുങ്ങി കഴിഞ്ഞു. അപ്പോൾ ഞാനിവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരിയതാണ്. ഇനി ഈ ചപ്പുകളും കാര്യങ്ങളൊക്കെ കത്തിക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് ചപ്പൊക്കെ ഉണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ കേട്ടോ ഒരുപാട് ചപ്പുണ്ട്. പിന്നെ അത് രാവിലെ ചെറുതായിട്ടൊന്ന് ചാറിയെന്നാട്ടോ പറഞ്ഞു, നല്ലോണം പെയ്തിട്ടില്ല, മഴ ഒന്ന് ചാറിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നല്ലോണം പെയ്തൊരു ചപ്പൊക്കെ നനഞ്ഞ് പിന്നെ കത്തിക്കാനൊന്നും പറ്റില്ല. അപ്പോൾ അവിടെ അങ്ങനെ വൃത്തികേടായിട്ട് കിടക്കും. അപ്പോഴത്തേന് ഞാനതൊക്കെ ഒന്ന് വേഗം കത്തിച്ചാണ് കേട്ടോ മഴയൊക്കെ വരുമ്പോഴത്തേനും. പിന്നെ ചെറിയൊരു മഴക്കാറൊക്കെ കയറിയിട്ടൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ഉമ്മറത്തുള്ളതും അങ്ങനെ ഞാൻ ഒക്കെ അടിച്ച് വാരി കൂട്ടി കത്തിച്ചു. 2 പാർട്ടായിട്ടാണ് കേട്ടോ കത്തിക്കണത്, അല്ലെങ്കിൽ ആളി കത്തില്ലേ. അപ്പോൾ നമ്മുടെ ചോറും കാര്യങ്ങളൊക്കെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ എനിക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ടൊന്ന് വാർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ചോറൊക്കെ ആയിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ഗ്യാസൊക്കെ ഉണ്ടല്ലോ ആകെ പൊടി പിടിച്ച് വൃത്തികേടായിട്ട് കിടക്കുകയാണ് കേട്ടോ. ഗ്യാസൊന്നും എൻ്റെ ഈ ഗ്യാസ് സ്റ്റവൊന്നും ഒരിക്കലും ഇതുപോലെ കടന്നിട്ടില്ല. പക്ഷേ കുറേ ദിവസമായില്ലേ ഇതൊക്കെ തുടച്ചിട്ടും ഇതൊക്കെ ആക്കിയിട്ടും. അപ്പോൾ അത് കാരണം കൊണ്ട് ഒക്കെ പൊടിയും കാര്യങ്ങളും ആ കുഴൽക്കിണറടിച്ച പൊടിയും അല്ലാത്ത പൊടി, പിന്നെ ഈ ചെതലുണ്ടല്ലോ പട്ടികയിൽ നിന്ന് വേണ്ട സംഭവങ്ങൾ, അതും എല്ലാതും കൂടിയിട്ട് ആകെ നിറഞ്ഞ് വൃത്തികേടായിട്ട് കിടക്കുകയാണ് കേട്ടോ ഗ്യാസൊക്കെ, സ്റ്റൗവൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കണം കേട്ടോ. എന്നാലൊക്കെ അത് കാരണം ഒന്നിൽ വെക്കാനായിട്ട് തോന്നണില്ല കേട്ടോ. ഗ്യാസ് തുടയ്ക്കാതെ വെക്കുമ്പോൾ ഒരു സുഖമില്ല. അപ്പോൾ അത് തന്നെ വേഗം അതൊക്കെ തുടച്ച് വൃത്തിയാക്കി കേട്ടോ. എന്നിട്ട് വേണം നമുക്കിനി കറികളൊക്കെ വെക്കാനൊക്കെ ഉണ്ട്. ഇത് തുടച്ച് കഴിഞ്ഞ് വൃത്തിയാക്കിയതിന് ശേഷം വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ഈ സംഭവങ്ങളൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കഴുകണമൊന്നുമില്ല, കഴുകാൻ മാത്രമുള്ള അതൊന്നുമില്ല കേട്ടോ. തുടച്ച് കഴിഞ്ഞാൽ തന്നെ പോകുന്നുണ്ട്. പിന്നെ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഇരുമ്പിൻ്റെ പോലത്തെ ഒരു സംഭവമാണ്, തുരുമ്പ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് കണ്ട് അതിൽ വലിയ പ്രശ്നമില്ല. ജസ്റ്റ് ഒന്ന് തുടച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് അത്രേ തുടയ്ക്കണുള്ളൂ. അതപ്പോൾ അങ്ങനെ വൃത്തിയാക്കാനൊന്നും പറ്റില്ല കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു, ഗ്യാസ് തുടയ്ക്കലൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വേഗം കറി വെക്കാനുള്ളത് നോക്കുകയാണ് കേട്ടോ. ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് കഴിക്കാനൊന്നും വരില്ല, കാരണം തിരക്കൊന്നുമില്ല കേട്ടോ. മെല്ലെ ഉണ്ടാക്കിയാൽ മതി. എന്നാലും ഞാൻ വേഗം പണികൾ നോക്കി കഴിഞ്ഞ് പിന്നെ ഒരു ഭാഗത്ത് നമുക്ക് പോയി ഇരിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കുമ്പളങ്ങയാണ് കേട്ടോ ഒന്ന് കറി വെക്കണത്. കുമ്പളങ്ങ ഉള്ളിയൊക്കെ ഇട്ടിട്ട്, വേറെ പച്ചക്കറി എന്ന് പറഞ്ഞില്ല, വെറും കുമ്പളങ്ങ മാത്രം വയ്ക്കുക. പരിപ്പിട്ടിട്ടാണ് വയ്ക്കുന്നത്, തേങ്ങ അരച്ചിട്ടല്ല. തേങ്ങയൊന്നും ഇവിടെ ഇല്ല കേട്ടോ, തേങ്ങയൊന്നും വീണ് കിടക്കണില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തേങ്ങ അരക്കണില്ല. പരിപ്പിട്ടിട്ട് കുമ്പളങ്ങ കറി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എനിക്കാണെങ്കിൽ കുമ്പളങ്ങ ഭയങ്കര ഇഷ്ടമാണ് കറി വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുക്കറിൽ പിന്നെ നേരത്തെ പരിപ്പൊക്കെ വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അതിന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഈ സംഭവങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. അരിഞ്ഞ് വെച്ച പച്ചക്കറി അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ.
കുമ്പളങ്ങയും തക്കാളി എന്ന് പറയുന്നത് ഉള്ളിയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഇനി ഇതിൻ്റെ ഒപ്പം തന്നെ തക്കാളിയും പച്ചമുളകും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, മല്ലിപ്പൊടി എല്ലാം ഇട്ടിട്ട് ഒരുമിച്ചാണ് കേട്ടോ വേവിക്കുന്നത്. പുളിയൊക്കെ പിന്നെ പിഴിഞ്ഞിട്ടല്ല, പുളിയൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അങ്ങനെ ഞാൻ തക്കാളിയൊക്കെ കഴുകിയിട്ട്, തക്കാളിയും പച്ചമുളകൊക്കെ കഴുകിയിട്ട് അതിലേക്ക് അരിഞ്ഞിടുകയാണ്. പിന്നെ നമ്മുടെ ചാനലിലും വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ കേട്ടോ. പിന്നെന്താ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കല്ലേ. അതൊപ്പം ചെയ്തോ കേട്ടോ. ഞാനത് പറയാൻ വേണ്ടിയിട്ട് ഇരിക്കൊന്നും വേണ്ട, അത് വീഡിയോ കാണുമ്പോൾ തന്നെ ഒന്ന് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. പിന്നെ ഞാൻ വീഡിയോ വോയിസ് പറയുമ്പോൾ എന്തൊക്കെ ഇവർ കൊട്ടണമൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഇവരാണെങ്കിൽ കുട്ടികൾ ഉറങ്ങിയിട്ടൊന്നും ഇല്ല കേട്ടോ. പിന്നെ നമുക്ക് കുറച്ച് എനിക്ക് ഇന്നലെ ഒന്ന് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അത് കൊണ്ടാണ് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വൈകിയത് കേട്ടോ. ഞങ്ങളിപ്പോൾ വന്നിട്ട് തന്നെ 2 ദിവസമായി. ഇങ്ങോട്ട് ചളവറയ്ക്ക് വന്നിട്ട് 2 ദിവസമായി കേട്ടോ. ചൊവ്വാഴ്ചയാണ് ഞങ്ങൾ എത്തിയത്. ഇപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യണത് ഇനി എന്നാന്ന് എനിക്കറിയില്ല. ഈ വോയിസ് പറയണത് എന്തായാലും വ്യാഴാഴ്ചയാണ് കേട്ടോ. അത് കാരണമാണ്. അപ്പോൾ അങ്ങനെ കുക്കറിൽ എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് കുക്കറിൽ വെച്ചിട്ട് ഗ്യാസിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ അതൊക്കെ നായി റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ കറിയൊക്കെ ആയി. കുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള ശബ്ദം വേറെ, അതുപോലെ തന്നെ വണ്ടികളുടെ പോക്ക് വേറെ കേട്ടോ. അത് കാരണം ആകെ ഒരു ഡിസ്റ്റർബൻസാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടല്ലേ ഈ പാത്രങ്ങളൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന് ഇട്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഏട്ടൻ പച്ചക്കറിയൊക്കെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തക്കാളി, കുമ്പളങ്ങ, പച്ചമുളക് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വെക്കുന്നുള്ളൂ കേട്ടോ. ഈ കായൊന്നും വെക്കണില്ല, അതൊക്കെ പുറത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ്. അത് പിന്നെ അത്ര പെട്ടെന്ന് തന്നെ നാശമാകുമൊന്നുമില്ലല്ലോ. അത് ഉപ്പേരിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ വെണ്ടയ്ക്ക അതൊക്കെയാണ് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുള്ളൂ. ഇതൊക്കെ വാടിപ്പോവൊക്കെ ചെയ്യില്ലേ, തക്കാളിയൊക്കെ വേഗം കേടുവരില്ല. അപ്പോൾ അതുകൊണ്ട് അത് മാത്രമേ വെക്കുള്ളൂ. പിന്നെ കിഴങ്ങ്, ഉള്ളി, കായ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ പുറത്ത് വേറൊരു പാത്രത്തിലാണ് വെക്കാറ്. അതിൽ വെക്കാനാണ് കേട്ടോ. ഇഞ്ചി, വെളുത്തുള്ളിയും ഒക്കെ ഉണ്ട്. അതൊന്നും ഇപ്പം നമുക്ക് ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ അതൊക്കെ മാറ്റി വേറെ വെച്ചിട്ട് ബാക്കിയുള്ള ഐറ്റംസ് മാത്രമാണ് കേട്ടോ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കുന്നുള്ളൂ. പിന്നെ നമ്മൾ പോകുമ്പോൾ ഉണ്ടാകുന്ന തക്കാളിയൊക്കെ ഇപ്പോഴും ഒരു കേടില്ലാതെ ഇരിക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞങ്ങൾ ഫ്രിഡ്ജ് ഓഫാക്കിയിട്ടിട്ടല്ല കേട്ടോ പോയത്, ഓണാക്കിയിട്ട് തന്നെ പോയിട്ടുണ്ടാകുന്നത്. അപ്പോൾ അത് കാരണം അതൊന്നും അങ്ങനെ നാശമായിട്ടൊന്നുമില്ല. അപ്പോൾ അതൊക്കെ ഒതുക്കി വെക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിനുള്ളിലേക്ക് വെക്കുകയാണ്. പിന്നെ ഫ്രിഡ്ജ് വലിയ കാര്യമായിട്ട് വൃത്തികേടായിട്ടൊന്നും നടക്കുന്നില്ല, എന്നാലും തുടച്ച് വെക്കാനൊക്കെ ഉണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ ചെയ്യാൻ സമയമില്ല, വേറെ പണികൾ ഉണ്ട്. അപ്പോൾ കണ്ടില്ലേ, ബാക്കിയുള്ള ഇഞ്ചി, വെളുത്തുള്ളി, തക്കാളി എന്ന് പറയുന്നത് കിഴങ്ങും കായയും സവാളയൊക്കെ ഞാൻ ഇങ്ങനൊരു പാത്രത്തിലേക്കാണ് വെക്കുന്നത്. ഇതൊരു പ്ലാസ്റ്റിക് പാത്രം, ഇങ്ങനത്തെ ഒരു കൊട്ടയിലേക്കാണ് കേട്ടോ വെക്കുന്നത്. അതിൽ ഒരു കവറ്, മറ്റേ തുണി സഞ്ചി ഉണ്ടല്ലോ, ആ സംഭവം മുറിച്ചിട്ടാണ് കേട്ടോ വെച്ചേക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ അതിൽ ചിലപ്പോൾ ഉള്ളിയൊക്കെ അങ്ങനെ അളിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേഗം പിടിക്കില്ല. അത് കാരണമാണ് കേട്ടോ. പിന്നെ ഞാൻ കായയും കിഴങ്ങും കൂടി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഉപ്പേരി വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് ചട്ടിയിലേക്ക് മാറ്റുകയാണെങ്കിൽ ഉപ്പേരി ഇതും കൂടി ആയിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ ഈ ഒരു പണികൾ കഴിഞ്ഞു കേട്ടോ എൻ്റെ. അപ്പോൾ ഉപ്പേരിക്കുള്ളതൊക്കെ തന്നെ വെച്ച് ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറി വറുത്തിടാൻ വേണ്ടിയിട്ട് കടുക് പൊട്ടിച്ചിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കടുകൊക്കെ പൊട്ടിക്കാൻ വേണ്ടി ഈ ഒരു പാത്രത്തിലാണ് കേട്ടോ വെച്ചിരിക്കുന്നത്. നമ്മൾ കൂട്ടാനൊക്കെ ഉണ്ട് അപ്പുറത്ത് തന്നെ ആയിട്ടുണ്ട്, അപ്പുറത്തായിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതുകൂടി കഴിഞ്ഞ് നമ്മുടെ പണികളൊക്കെ കഴിഞ്ഞു. ഇനി സ്വസ്ഥമായിട്ടൊന്ന് കുറച്ച് നേരം ഭാഗത്ത് പോയിട്ട് ഇരിക്കണം. കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ ഒരു സമയത്തൊക്കെ. പിന്നെ കുട്ടികളെയൊക്കെ കുളിപ്പിച്ചിട്ടുണ്ട്, 2 ആളും കുളിച്ച് ഞാനും കുളിച്ച്. ഞങ്ങളുടെ 3 പേരുടെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു കേട്ടോ. ഏട്ടൻ പിന്നെ വർക്കിന് പോയിട്ടുണ്ട്, വന്നിടുമ്പോൾ തന്നെ ഏട്ടൻ പോയതല്ലേ. അപ്പോൾ നമ്മുടെ ഉപ്പേരി കണ്ടില്ലേ, ഉപ്പേരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ, എല്ലാം ആയി. അപ്പോൾ ഇവർക്ക് കഴിക്കാൻ വേണം. അപ്പോൾ കുറച്ച് മിച്ചറൊക്കെ ഇരിക്കേണ്ടതാണ്. അപ്പോൾ അതെടുത്ത് കൊടുത്ത് ഇരിക്കണമെന്നല്ല, എന്ത് മേടിച്ചതന്നെയാണ് കേട്ടോ. പിന്നെ കിച്ചുവിന് അവിൽ വേണം പറഞ്ഞിട്ട് അവിലിരിക്കേണ്ടതാണ്. അപ്പോൾ അവനത് നനച്ച് കൊടുത്താണ് കേട്ടോ. ഞാൻ തേങ്ങ ഇല്ല, അവിലും പഞ്ചസാര മാത്രം ഇട്ട് നനച്ച് കൊടുത്താണ് കേട്ടോ. അപ്പോൾ കുറച്ച് മിച്ചർ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞങ്ങളതൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.